ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2180. ഇന്ന് ഡിസംബർ മാസം 19-ാം തീയതി 353-ാമത്തെ ദിവസത്തിലെത്തി. അതെ, നീതിമാനായ ആ വലിയ മനുഷ്യനെ കൂട്ടുപിടിച്ച് കഴിഞ്ഞ പുലരിയിലും നമ്മൾ ഓർത്തുവെച്ചതും പറയാൻ ശ്രമിച്ചതും എന്തായിരുന്നു? ജീവിതത്തിൽ കുറച്ചുകൂടി ഒരു വീണ്ടു വിചാരത്തിന് സാധ്യതയുണ്ടെന്ന്, ഒരു വീണ്ടു വിചാരത്തിന് ഇടമുണ്ടെന്ന്. പക്ഷെ അതിങ്ങനെ വെറുതെ വന്നു ചേരത്തില്ല കേട്ടോ. നമ്മൾ കാര്യമായി പണിയെടുക്കേണ്ടി വരും. അല്പവും കൂടി ഒന്ന് കാത്തിരിക്കാനായിട്ട്, അല്പനേരം ഒന്ന് ശാന്തതയിലിരിപ്പാനായിട്ട് തയ്യാറാവുന്ന ഏതൊരാളെയും തേടി വരുന്ന ഒരു അനുഗ്രഹമോ അനുഭൂതിയുമാണത്. ആ വീണ്ടു വിചാരത്തിന്റെ ഫലമായി നീതിമാനായ യൗസേപ്പ് ആ ഒരു സ്ഥാനത്തേക്ക് ഉയർന്നു വന്നതും വരുന്നതും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ദൂതൻ ഇടപെടാനായിട്ട് ഒരു ഇടം കിട്ടിയതുമൊക്കെ. ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളാനായിട്ട് നീ ശങ്കിക്കേണ്ട എന്ന് കൃത്യമായി പറഞ്ഞതും അങ്ങനെയാണ്. ജീവിതത്തിൽ വീണ്ടും വിചാരമുണ്ടായാൽ പിന്നെ രണ്ട് സാധ്യതകളുണ്ട്. ഒന്നെങ്കിൽ എങ്ങനെയും സ്വയം ന്യായീകരിച്ച് മുമ്പോട്ട് നടക്കാം. അത് ഒരു ആത്മവിശ്വാസത്തിന്റെ ഒരു തുടക്കവും കൂടിയാണ്. അല്ലെങ്കിലോ വഴി നിർത്തി മിഴി നനഞ്ഞ് തിരികെ നടക്കാം. അതും ജീവിതത്തിന്റെ ചില നിശ്ചയങ്ങളും ചില പുതിയ ധാരണകളും തീരുമാനങ്ങളും തുടക്കവുമാണ്. ഒരു വീണ്ടു വിചാരത്തിൽ പരസ്പരം പഴിചാരാതെ ഒന്ന് കമിഴ്ന്നു കിടന്ന് മാപ്പിരുന്ന് പൊട്ടിക്കരഞ്ഞിരുന്നെങ്കിൽ മനുഷ്യൻ ഇന്നും എവിടെയാ? തമ്പുരാന്റെ കൈപിടിച്ച് പർദീസായിലെ സായാഹ്ന സവാരിയിൽ തന്നെയായിരിക്കും. നമുക്കിടയിൽ ഇപ്പോഴും പക്ഷേ ഈ പർദീസ വല്ലാതെ നഷ്ടപ്പെടുന്നുണ്ട്. വീണ്ടും വിചാരങ്ങൾ ഉണ്ടാകുന്നില്ല. അതിനകത്ത് ആവശ്യത്തിന് കണ്ണുനീരിന്റെ ഉപ്പ് കലരുന്നുമില്ല. അയാൾക്കും വീണ്ടും വിചാരമുണ്ടായെന്നൊരു വചനമുണ്ട് സത്യത്തിൽ, സുവിശേഷത്തിൽ. അത് ഒറ്റുകാരനായി മാറേണ്ടി വന്ന യൂദായെക്കുറിച്ചാണ്. അയാൾക്കും വീണ്ടും വിചാരമുണ്ടായി. അയാൾ നിശ്ചയമായും കരഞ്ഞിട്ടുണ്ടാവണം. എന്നിട്ടും ഒടുവിൽ അയാൾ കുശവന്റെ പറമ്പിൽ ഇങ്ങനെ ഒടുങ്ങിത്തീർന്നു. അത് ശരിക്കും കണ്ണു നിറയാത്തത് കൊണ്ടുകൂടിയാണ്. കുരിശന്റെ ചോട്ടിൽ വീഴ്ത്തേണ്ട കണ്ണുനീർത്തുള്ളികൾ, അവ എന്തുകൊണ്ടാണ് ഇതുവരെ നമ്മളിൽ നിന്ന് ഒന്ന് പൊട്ടി ഒഴുകാത്തത്? എന്തൊക്കെയോ നമ്മൾ നമ്മളെ തന്നെ ഒന്നും കൂടി ഒന്ന് ശരിയാക്കാനൊക്കെ ഈ ജനന പെരുന്നാളിന്റെ ഈ ദിവസങ്ങളിൽ, ജനന പെരുന്നാളിലേക്കുള്ള ദിവസങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്നും കൂടി ഒന്ന് പരിശോധിപ്പാനായിട്ട് ഇടം കിട്ടട്ടെ. സാഹചര്യം ഒത്തുവരട്ടെ. ആമേൻ.